ഗൈസ് അപ്പോൾ നടന്ന് ഓൾമോസ്റ്റ് നമ്മൾ ഹിമാലയം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ നോക്കി രസമാണ്. ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. ചെറിയൊരു മഴക്കുള്ളൊരു കോളുണ്ട്. മഴ വരുമെന്ന് അറിയില്ല, മഴ വന്നാൽ പെടും. അയ്യോ നടന്നുകൊണ്ടിരിക്കണ കേട്ടോ. ബാക്കി കാഴ്ചകൾ കാണാവേ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഹിമാലയയിലോട്ട് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി എന്ത് മനോഹരവും. താഴേക്ക് വെള്ളം ചാടി വീണുകൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്ക്. താഴെ ഫുള്ള് പൊക്കേട്ടാ, കോടോണ്ട് മൂടിയിരിക്കണേന് ഒരു രക്ഷയിലാട്ട് ഇത് കാണാൻ. പൊക്കത്തേക്ക് മലയാട്ട അങ്ങാട്ട്. ഞാൻ നടന്ന് ഇവിടെ ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ശിവൻ്റെ അമ്പലമാണിത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മേളിയിട്ടാട്ട് ഇനി പോകേണ്ടത്. ഇതാണ് വഴി ഗൈസ്. അങ്ങനെ നടന്ന് നമ്മൾ ഹിമാലയയിലെത്തിയിട്ടാ. ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാം. ഓൾറെഡി ഞാൻ നല്ല ടയേർഡായിട്ടാ. അത്യാവശ്യം നല്ല നടപ്പുണ്ട്. ഇപ്പം നമ്മൾ ഹിമാലയ കവർ ചെയ്തിട്ടാ നടന്ന് നമ്മൾ ഹിമാലയയിൽ കയറിയിട്ടാ. അപ്പോൾ അത് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണേ. കാലോട്ട് നനക്കാൻ വയ്യത്. താഴെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, വെള്ളച്ചാട്ടം. ഗൈസ്, അപ്പോൾ നമ്മ ഹിമാലയിൽ നിന്ന് ഡുറാലിയിട്ട് പോണ വഴിയുള്ള കാഴ്ച ഇട്ടത് നോക്കി. ഇപ്പം നമ്മ ഇനി പോണ നേരെ ഡുറാലി. ഇവിടുന്ന് മാക്സിമം ഒരു 3 മണിക്കൂർ ഉണ്ടാവും. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മ നടന്ന് ഡുറാലി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന വഴി നല്ല മഴയായിരുന്നു. അപ്പോൾ വന്ന വഴിയുള്ള വിഷ്വലും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇറങ്ങണ സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടെ. ഇപ്പം നമ്മൾ ഡുറാലിയിലാണുള്ളത്. ഇവിടെ അപ്പോൾ ഡുറാലിയിലൊരു അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് നല്ല മഞ്ഞായി. അപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങാൻ പോകണം കേട്ടോ. MBC പോകാൻ പോണേ. അവിടെ നിന്ന് നേരെ ABC. അപ്പോൾ കാണാട്ട് ഇവിടുത്തെ ഓരോ കാഴ്ച. MBC ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ മേളിയിട്ട് കയറണം കേട്ടോ. നമ്മ ഈ ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടി കേട്ടോ പോണത്. നല്ല രസോട്ടാ. അയ്യോ